വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂകേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂകേ അതിലോലമൻ ഇടനാഴിയിൽ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തൊടും മൃദുലമാം നിൻ സ്വനം പോലെ ഇലകളിൽ ജലഗണമിറ്റു വീഴും പോലൻ ഉയിരിൻ അമൃതം തളിർത്ത പോലെ തരളവേലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി അറിയാതെ കോരിത്തരിച്ചു പോയി വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പൂകേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു. ബാക്ക്ഗ്രൗണ്ടിൻ്റെ സഹായം ഒന്നുമില്ലാതാണ് ഞാനിങ്ങനെ പാടുന്നത്. പലർക്കും ഈ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ട്രാക്കോ ഒന്നുമില്ലാതെ കേൾക്കുന്നൊന്നും പലർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ നമ്മൾ ലൈവ് പാടുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മളിപ്പം ഓർക്കസ്ട്രയുടെ കൂടെ നമുക്ക് ആർക്ക് വേണേലും പാടാം, പാടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കത് പോകാൻ പറ്റും, കേൾക്കാനൊരു സുഖമാണ്. പക്ഷേ ഇങ്ങനെ ലൈവായിട്ട് ഓൺ വോയിസിലൊക്കെ ഇങ്ങനെ പാടുമ്പോൾ ചിലർക്ക് അതൊരു അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ വരാറുണ്ട്. അതിന് ചില കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും അങ്ങനെ എന്നെ സംബന്ധിച്ചോളം പറയുന്നത്, ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ശരിക്കും ഓർക്കസ്ട്രേഷനൊന്നും ഇല്ലാതെ തന്നെ പാടുമ്പോഴാണ് അവരുടെ ശരിക്കും അവരുടെ ടാലൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത പാട്ടുമായി വരാം.